എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ചക്ക എന്ന് വെച്ചാൽ ചക്കപ്പൊരി. ചക്കയുടെ സീസണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചക്ക പൊരിക്കൽ. എങ്കിലും ഇവർക്കൊക്കെ ചക്ക പൊരിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ചക്കപ്പൊരി വേണോ ഞങ്ങൾക്ക്? എന്താ ചക്കപ്പൊരി വേണോ നമുക്ക്? പഴംപൊരി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചക്കപ്പൊരി ആദ്യമായിട്ട് കഴിക്കാൻ പോവാ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. മൈദ കലക്കാൻ പണിയാണ്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം ഇത്ര മഞ്ഞപ്പൊടി ഇടാം. ഇതിൻ്റെ കളർ കിട്ടാൻ ഇളക്കണം. ഇതിൽ ചക്കക്ക് മധുരമുള്ള ചക്കയാണെങ്കിൽ പഞ്ചസാര ഇടണ്ട. ഇത് ചക്ക നല്ലത്, പക്ഷെ മധുരം കുറവാണ്. അതുകൊണ്ട് ഇത്തിരി സ്വല്പം പഞ്ചസാര ഇടുക. മൈദപ്പൊടി ഇടുക കേട്ടോ. മൈദപ്പൊടി ഇടാണ്. മതിയാവോ? ആവശ്യമുണ്ടെങ്കിൽ മുട്ടില്ല. മൈദപ്പൊടി ഒന്ന് കലക്കാം. വെള്ളം കുറച്ചും കൂടി ഒഴിക്കട്ടെ അമ്മച്ചി? വെള്ളം കുറച്ചുകൂടി മതിയാവോ? മതി, നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മഞ്ഞപ്പൊടി കുറച്ചും കൂടി വേണമെന്ന് തോന്നുന്നു അല്ലേ? ഒരു കളർ കുറവാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ? സ്വല്പം മഞ്ഞപ്പൊടി ഇടാല്ലേ. കുറച്ചും കൂടി ഇട്ട് കേട്ടോ, കളറ് പോരാത്തോണ്ട്. എനിക്ക് വീണ്ടും അതിങ്ങനെ ഇളക്കണം. കുറച്ചും കൂടി വേണം. ചക്ക പൊരിക്കുമ്പോൾ ഒരു കളർ വരുമല്ലോ. ഇത് സൈഡിലൊക്കെ ഉണ്ട്. അഞ്ചിന് ഇഷ്ടമാണോ ചക്ക? ഇഷ്ടമാണ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിക്കാട്ടാ. കഴിച്ച് നോക്കാം. ഈ ചക്ക എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. മകൻ്റെ അപ്പച്ചൻ കൊണ്ടുവന്നതാണ്. അപ്പൊ വെള്ളം ഒഴിക്കണം. ഇത്തിരി വെക്കാം. എന്നിട്ട് തേച്ച് വിട്ടട്ടെ. എൻ്റെ ഇളക്കും മൂത്ത മകൻ്റെ ബന്ധു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ചക്ക ഞങ്ങൾ പൊളിച്ച് മാറ്റി വെച്ചേച്ച്. എൻ്റെ ഇളയ മകൾ ഇവിടെ ഇല്ലായിരുന്നു, വരാൻ കാത്തു നിൽക്കായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചക്കയും ചക്കപ്പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മച്ചി മാറ്റി വെച്ചതാണ്. ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിട്ട് നമുക്ക് ചക്ക ഓരോന്ന് ഇട്ട് പൊരിക്കാം. ചക്ക വേറെ എന്തെങ്കിലും വേണോ അമ്മച്ചി ഇതിനകത്ത്? ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട. ഇതെന്താണ്? അതാണ് വറന്നെന്ന് പറഞ്ഞത്. അതാണ് ഒരാളെപ്പോഴും കൂടെ വേണം. പ്രായമായി കഴിയുമ്പോൾ വെച്ചേ കുറച്ച് മറവിയൊക്കെ ഉണ്ടാവും. സോഡാപ്പൊടി മതി മതി. സോഡാപ്പൊടി ആയിരുന്നു കേട്ടോ ഇത്. ഇനി വെള്ളം വേണം പക്ഷേ? ഇനി വെള്ളം വേണ്ട. അപ്പൊ ചക്ക പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ചക്ക പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പേസ്റ്റ് ആക്കണം. നീ എത്ര മണിക്കൂറെങ്കിലും വെക്കണം ഇത്? എത്ര മണിക്കൂർ വെക്കണമെന്നല്ല, 1/4 മണിക്കൂറോളം വെക്കേണ്ടതാണ്. പക്ഷെ വെക്കണില്ല. കാരണം നേരം വൈകി വരുന്തോറും ഞങ്ങൾ ഉപദ്രവിക്കാനുള്ള ശത്രുക്കാർ ഇവിടെ വരും. കൊതുക് വരും. അതാണ് എത്ര എളുപ്പം ഉണ്ടാക്കി ഇവിടുന്ന് മാറണം. ഉപ്പിട്ട് ബനീഷെ അടപ്പൊന്ന് ശരിയാക്കിത്താ കത്തിക്ക്. അതെ, കുറച്ച്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ മതിയാവും പറയണോട്ടോ അമ്മച്ചി? മതിയാ? അടിപൊളി ആട്ടിയ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ആട്ടിക്കോട്ടെ. ഇത്തിരി കഴിച്ചോടെ. ചക്ക മുങ്ങണം. ഇത് തിളച്ചോട്ടാ. ആരൊക്കെ വാഴ കാണിച്ചു തന്നെ സിനിമ? പോണം നമുക്ക്.
അമ്മച്ചിക്ക് വാഴ സിനിമ വേണ്ട 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 ഞാൻ പുതിയ സിനിമ ഒന്നും എനിക്ക് കാണണ്ട. സിനിമ ഇറങ്ങിയിട്ടുണ്ട് വാഴ. വാഴ കാണിച്ചേരെ. എപ്പോഴാ പോവാ? വാഴ നമുക്ക് നാളെ പോയി. ഇപ്പൊ ഇന്ന് ഞാൻ വാഴ കാണിച്ചു തന്നെ. പെട്ടെന്ന് വാഴ കാണാൻ പറ്റും. ബാക്കിൽ വാഴ ഇരിക്കുന്നുണ്ട്. അയ്യോ ചിരിച്ചേ ചിരിച്ചേ എല്ലാരും. തിരിച്ചെടുത്തേക്ക് ഞാൻ തിരിച്ചല്ല. തിളച്ചോട്ടെ നല്ല ശരിക്കും തിളച്ചോട്ടെ. അപ്പൊ നല്ല പഴുത്തൊക്കെ ഉണ്ടോ? ചക്ക ഇങ്ങനെ പയ്യെ ഇടുന്നുണ്ട് ഞാൻ. ഇല്ല പിന്നെ പഴംപൊരി ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെയല്ലേ അമ്മച്ചി? ഇങ്ങോട്ടോട്ടെ മുക്കി മുക്കി ഇടട്ടെ. നോക്കിയിടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇടട്ടെ ആയിട്ടോട്ടെ. ഇട്ട് ഇട്ട് പതുക്കെ പതുക്കെ. അതാണ് ഇതുകൊണ്ട് വരിയിട്ട തെറിക്കല. നല്ലോണം മുക്കിയിട്. ചക്ക പൊരിയല്ല. ചക്ക പൊരി 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 പൊരി. ചകണ പൊരി 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 പൊരി. ചക്ക പൊരി 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 പൊരി. എന്താ ചേർന്ന അതിനകത്തോട്ട് മുക്കി മുക്കി ഇടണം. ആ മുക്കിയിരുന്ന ചകണ പൊരി 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 പൊരി. അങ്ങനെ പൊരിക്കട്ടെ മതി. മതിയാ? അപ്പൊ ചക്ക അടിപൊളിയായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. ഈ കളറ് ഉണ്ടാ നല്ല മണം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മണം വന്നിട്ടുണ്ടോ? 7 അയിലണ്ടടുത്ത് കേൾക്കും പിന്നെ മണം വേണ്ട. കറക്റ്റ് പഴംപൊരി അല്ലേ? പഴംപൊരി എന്താ വിളിക്കാന്ന് അറിയാമോ? പറഞ്ഞേ ഒരാളുടെ പേരാ രതീഷ്. വിനീഷ. അപ്പൊ ചക്കനെ വിനീഷ് എന്ന് വിളിച്ചാൽ മതി. വിനീഷ് വെനീഷ് വെള്ളം പൊരിയാണ്. വെനീഷ് പൊരിയാണ്. ഞാൻ സ്വർഗത്തിലെ ഓളെന്ന് പറഞ്ഞു തിളച്ചെണ്ണയിലെ വീഴുള്ള ഞാൻ സ്വർഗത്തിലെ ഇല്ല നീ തിളച്ചെണ്ണ വീഴല. ചെയ്തിട്ടില്ല. ആര് ദൈവത്തിന്റെ പുസ്തകത്തിൽ ആത്മാനുഭവത്തിൽ കുറെ തെറ്റുണ്ടാവും. എന്ത് ചേച്ചി? തെറ്റ് നമ്മൾ ചെയ്യേണ്ട തെറ്റെന്ന് അറിയാലോ. അതിൽ ഞാൻ ഇന്ന് തെറ്റ് പറഞ്ഞുകൊണ്ട് പള്ളി പോയത്. ഞാൻ മനസ്സ് സ്വസ്ഥമായിട്ട് എടുത്തിട്ട് വേണം നാളെ കാലത്ത് പള്ളി പോകാൻ. ചക്ക വന്നിട്ടുണ്ടാ അമ്മച്ചിപ്പാ? ആ വന്നിട്ടുണ്ട്. പോരട്ടെ ഓരോന്ന് പോരെ. ഒരെണ്ണം കോരി രണ്ടാമത്തെ. ആഹാ താഴെ മണം വന്നുണ്ടാ? അഞ്ചുവിന് മണം വന്നുണ്ടാ? അവർക്ക് കടഞ്ഞിരിക്കണേ. കണ്ടാ ചക്കപ്പൊരി ഉണ്ടാ? സൂപ്പർ സാധനം ഉണ്ടാ? അടുത്തിടാം നമുക്ക് ഇനി. അടുത്തിടാം വെളിച്ചെണ്ണ ഒഴിയാങ്ങോട്ട്. ഇത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. ചക്കേ വെളിച്ചെണ്ണ കുടിക്കുന്ന ആളാ. ഭയങ്കര ദാഹം ചൂടല്ലേ ചക്കക്ക് ചായക്കുന്നുണ്ടാവും അല്ലേ? ആ നിർത്ത്. ഈ വെളിച്ചെണ്ണ ഒന്നും കൂടി തിളക്കട്ടെ കേട്ടാ. എന്താ മണമല്ലേ? മണത്ത് നോക്കിയേ. ചക്കപ്പൊരി വേണം അല്ലാതെ എന്താ വേണം? മണത്ത് നോക്കിയേ. സൂപ്പർ. അവിടെ നിന്ന് വിളിക്കണം എന്താ പൊരിക്കണേന്ന്? ചക്ക പൊരിക്കണേന്ന്. ചക്ക പറഞ്ഞു ചക്ക പൊരിക്കണേന്ന് കൊണ്ടുവന്ന തരാട്ടാ. അടുത്തിടാം നമുക്ക് ഇനി. ഇതുണ്ട അടുത്ത പഴംപൊരി ഉണ്ടാക്കണമല്ലോ അല്ലേ എം ജി? നല്ലേ പഴുത്തേക്കോട്ടാ. പഴുത്തേക്കല്ല ഈ ചക്കച്ചൊളേ പിന്നെ നല്ല നീളം കൂടുതലുള്ള ചക്കച്ചൊളയാണ്. അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. വളരെ എളുപ്പമാണ്. പക്ഷേ പൈപ്പിളാവാണെങ്കിൽ ഇങ്ങനെ വരികയില്ല. പണിപ്പെടും. ഞാൻ പഠിച്ചേട്ടാ. ചായക്കട തുടങ്ങിയാൽ മതി അല്ലേ? ആയിട്ടോ പ്രായമായി കഴിയുമ്പോൾ ചായക്കട തുടങ്ങാം. പ്രായമാവണ്ടേ? എനിക്ക് പ്രായമാവില്ല. ഞാൻ മമ്മൂട്ടി ഒരുപോലെ തന്നെ പ്രായമൊന്നുമില്ല അല്ലേ? ഒന്നുകൂടി ഇടവില്ലേ? ഇല്ല ഇടവില്ല. ചെറിയ ചീൻചട്ടി വെച്ച് കഴിഞ്ഞാൽ ഇടം ഉണ്ടാവില്ല. 2, 4, 6. 4, 2 എത്ര? 4, 2 ഇട്ടാ? 4, 2 എത്ര? 4, 2 എത്ര എം ജി? പറഞ്ഞു 4, 2 എത്ര? 7. 4, 2, 5. 4, 2 എത്രയാണ്? 8. 1, 2, 3, 4. 4, 2 എത്ര? 4, 2 8. 24 ഇട്ടാവില്ല. 24 ആശ്വാസം കിട്ടും കസേലിരുന്ന അല്ലേ? അപ്പൊ അടുത്ത സെക്ഷൻ കൂടി റെഡി ആക്കി എന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ആ കളർ കണ്ടാ? ഗോൾഡ് കളർ കണ്ടാ? ഈ കരിഞ്ഞു പോയി. നൈസായിട്ടൊന്ന് പാളിയല്ലേ? ടേസ്റ്റ് ഉണ്ടാവുന്നാലും ഇതൊക്കെ എന്ത് തന്നെയുള്ളത് കറുത്ത് പാവ.
നിർത്തിയിട്. നിർത്തിയിടാം തിളക്കണ തള കണ്ട കണ്ടില്ല? ഇതുണ്ടാ പെടക്കണ സാധനം പിടക്കൽ കണ്ട? നിങ്ങൾ കണ്ട കഞ്ഞവാങ്ങ കാണിക്കണ്ട എൻ്റെ ഏരിയ കഞ്ഞവാങ്ങ കാണിക്കണ്ട ഇതല്ല ഇതാണ് സാധനം. പഴംപൊരി പോലെ ഇരിക്കുള്ളൂ. എന്താ സോഫ്റ്റ്നെസ് കണ്ട എണ്ണ ചേർന്ന കണ്ട തിന്നു നോക്കണം. നല്ല മഴയത്ത് കഴിഞ്ഞാൽ ചൂടത്തല്ല നല്ല മഴ മഴയത്ത് കഴിക്കണം. ചൂട് ചായയും തിന്നു നോക്കിയല്ല ചക്ക പൊരിച്ച് കഴിഞ്ഞ് നമുക്ക് ചക്കപ്പൊരി ഒന്ന് കഴിച്ച് നോക്കാം. 5 ആദ്യം എടുക്കൂ. എല്ലാവരും ഓരോന്ന് കഴിച്ച് നോക്കിക്കേ. ഇത് കണ്ട സാധനം കണ്ട അമ്മച്ചോറിന് എടുക്കൂ. ഉണ്ടാക്കിയാലെടുക്കൂ. നീ വരണെടുക്ക്. ഞാൻ ആദ്യം കഴിച്ചാൽ തരാം ആ ചൂടോടുകൂടി കണ്ട എല്ലാവരും കഴിക്ക്. കണ്ട നമ്മുടെ ആ പിസ്സ പോലെ. കഴിക്കുമ്പോൾ നല്ല ത്വരവുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് പറ എങ്ങനെയുണ്ട്. അടിപൊളിയാ. സൂപ്പർ അല്ലേ അഞ്ചു? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അമ്മച്ചി കഴിച്ചാ? അഞ്ചു അമ്മച്ചി കഴിക്കണമെന്ന് കാണിച്ചേ. അമ്മച്ചി ചിക്കൻ ഫ്രൈ പോലെ അമ്മച്ചി കഴിക്കണ കരിഞ്ഞു പോയാ രണ്ട് താരം ഐസ് മറ്റേ ഐസ് കഴിക്കണ പോലെ അല്ലേ ഇത് കണ്ടതേ വേണ്ട. കഴിച്ചില്ലെങ്കിലേ പിന്നെ ഇങ്ങനത്തെ ചക്ക പിന്നെ കിട്ടൂല. സൂപ്പറാണ്ടോ? പ്രതീക്ഷയിൽ നന്നായിരിക്കുന്നു. നന്നായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ചക്ക കിട്ടുന്നുണ്ടെങ്കിൽ പൊരിച്ച് പരീക്ഷിച്ച് നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അല്ലേ?